അയ്യ വണക്കം. സുരേഷ് ഗോപിയും നമ്മുടെ വിദ്യയില്ലാതെ അഭ്യാസം കാണിക്കുന്ന മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയും തമ്മിൽ ഒരു വാക്പോര് രൂപപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. എന്തിനാണ് സുരേഷ് ഗോപി ഈ ചീള് കേസുകളുടെയൊക്കെ കൂടെ കിടന്ന് അടി കൂടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നൊരു ഉപദേശമുണ്ട്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് ക്ലാസ്സിൽ വഴക്കുണ്ടാക്കിയപ്പോൾ അവൻ എനിക്ക് തന്നൊരു $1 മില്യൺ ഉപദേശമാണ്. പക്ഷേ അവൻ ഇപ്പോഴും എൻ്റെ സുഹൃത്താണ്. ആ ഒരു ഉപദേശം കൊണ്ടാണ് ഞാൻ അവനെ ഇപ്പോഴും എൻ്റെ സുഹൃത്താക്കി വെച്ചിരിക്കുന്നത്. കാരണം എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരുത്തനാണ് അവനെന്ന് എനിക്ക് തോന്നി. അവൻ എന്നോട് പറഞ്ഞത്, എടാ മോനെ, നീ എവനുമായിട്ട് ഇപ്പോൾ അടിയുണ്ടാക്കുന്നു, നീ ഇവനുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് നിനക്കെന്ത് കിട്ടി? അപ്പം ഞാൻ ചോദിക്കുന്നു, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു പരമാനന്ദം. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ഇതേ എനർജി, ഇതേ പവർ, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവും, എന്നിട്ട് ഇവിടെയുള്ള ക്രിമിനലുകൾക്കെതിരെ കാണിക്കുക. അപ്പം നിൻ്റെ കയ്യിൽ പവറുണ്ട്. അല്ലെങ്കിൽ നീ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും, എന്നിട്ട് മറ്റ് രാജ്യങ്ങളോട് ഇന്ത്യക്ക് വേണ്ടി ഇതുപോലെ പോരാടുക, അവരുമായിട്ട് അടി വയ്ക്കുക, റേഞ്ച് മാറട്ടടാ. അപ്പോൾ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല, നീ റേഞ്ച് മാറ്റി, നീ അങ്ങനെ. അത് കേട്ടപ്പോൾ എനിക്ക് എവിടെ നിന്നൊന്നുമില്ലാത്ത ഒരു വിസ്ഫോടനം എൻ്റെ മനസ്സിലുണ്ടായി. തള്ളി ഇവൻ പറയുന്നത് എന്തൊരു ക്ലിയറാണ്, എന്തൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഇവൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതായത് നമ്മുടെ ജീവിതം നമ്മൾ അപ്പുറത്തുള്ളവനും ഇപ്പുറത്തുള്ളവനുമായിട്ട് അടി ഉണ്ടാക്കി തീർക്കാനുള്ളതല്ല, മറിച്ച് നമ്മളത് ഉണ്ടാക്കുകയാണെങ്കിൽ കപ്പാസിറ്റി ഉള്ളവനുമായിട്ടാണ്. ഇപ്പം നരേന്ദ്രമോദിയൊക്കെ ചെയ്യുന്നത് പോലെ. നരേന്ദ്രമോദി അടി ഉണ്ടാക്കുന്ന ആരുമായിട്ടാണ്? ഡൊണാൾഡ് ട്രംപുമായിട്ടാണ്. അതാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ്. ഇതുപോലുള്ള ചീള് കേസൊന്നും നിങ്ങളിനി ഏറ്റെടുക്കരുത് ദയവ് ചെയ്ത്. അങ്ങനെയുള്ള ചീള് കേസൊന്നും ഏറ്റെടുക്കാനും പാടില്ല. ഇവറ്റുകൾക്കൊക്കെ ഇവിടെ അടിയുണ്ടാകാൻ നമ്മുടെ ഏറാമുക്ക് പാർട്ടി ഓഫീസിലെ കുറേ എണ്ണമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് അവർ കിടന്ന് അടിയുണ്ടാക്കട്ടെ. നമ്മൾ ആ ഒരു ലെവലിലോട്ട് നമ്മൾ ഇറങ്ങി വരരുത് പ്ലീസ്. നമ്മൾ അവിടെ നിൽക്കുന്ന ആൾക്കാരാണ്, അതായത് നമ്മൾ വേറെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ചീള് കേസിനെയൊക്കെ വിട്ട് കളയണം. ഇതുമായിട്ട് അടിയുണ്ടാക്കാനോ പിടിക്കാനോ പോകരുത്. ഇതൊക്കെ ചെല്ല് കേസാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു ഭാഷയുണ്ട്, ചെല്ല് കേസ്. അതായത് അള്ളി പിടിച്ചാൽ പിന്നെ നമ്മളിങ്ങനെ തൂത്ത് കളഞ്ഞാൽ പോലും പോകില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സുരേഷ് ഗോപി ഇതിനൊന്നും മറുപടിയും കൊടുക്കാൻ പോകില്ല എന്നുള്ളതാണ്. എന്തായാലും സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സംഭവം നമ്മുടെ സുരേഷ് ഗോപി കലിംഗ് സംവാദം നടത്തുന്നുണ്ടല്ലോ. ഈ കലിംഗ് സംവാദത്തിൽ വന്ന ആൾക്കാർ സുരേഷ് ഗോപിയോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസ് കെട്ടിത്തരണം, വീട് കെട്ടിത്തരണം, പശുവിനെ പ്രസവിപ്പിക്കണം, ഇങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും വന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് സുരേഷ് ഗോപിയുടെ ജോലി അല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പാതകമാവും. മറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളെ ഇങ്ങനെ വട്ടം കെട്ടി നിർത്തിയിട്ട് നവകേരള സദസ്സിൻ്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരുന്നിട്ട് ഉദ്യോഗസ്ഥരോട് പറയും, തുടങ്ങട്ടെ. അതായത് അവരുടെ ഫയലുകളൊക്കെ നോക്കിക്കോ, എല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ യാത്രയും നടത്തി പൈസയും പിടിച്ച് രാവിലെ എണീച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ നിറച്ചിട്ട പായസമൊക്കെ ഇതുവഴി ഇങ്ങനെ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ കുടിച്ച് വയറൊക്കെ നിറച്ചും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടന്നപ്പോൾ ഇവർക്കൊരു പ്രശ്നമില്ലായിരുന്നു. സുരേഷ് ഗോപി ഒരു കലിങ്കിൽ വന്നിരുന്ന് ആ കലിങ്കിൽ സുരേഷ് ഗോപി ഇരിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു തുണി വിരിക്കുന്നു. എന്നിട്ടാണ് സുരേഷ് ഗോപി അതിലിരിക്കുന്നത്. സവർണ്ണ മാടപ്പിത്തമല്ലേ ഇത് എന്നൊക്കെയാണ് ആ മീഡിയ മണ്ണിൽ ഇരുന്ന് തള്ളുന്നത്. ഇവനെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നുമില്ല. അവൻ്റെ ജോലിയാണ്, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ വയറ്റിലോട്ട് വെള്ളം ഒഴിക്കാനായിട്ട് പറ്റൂ. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു. പപ്പടം എടുത്തിട്ട് സുരേഷ് ഗോപി പൊടിച്ചിട്ട് ആ തന്ന ആളുടെ കൈപ്പെട്ട ഭാഗം സുരേഷ് ഗോപി മാറ്റി വയ്ക്കുന്നു. ഇങ്ങനെയാണോ കഴിക്കുന്നത്? ഇവൻ ബിരിയാണി കഴിക്കുമ്പോൾ ബിരിയാണി മൊത്തം തിന്നിട്ട് ഇലയും കൂടെ അങ്ങ് തിന്നു എന്ന് തോന്നുന്നു. ഇവ ഇല കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത്. ആ ഇല കൊണ്ട് കളയുന്നത് ആ കൊണ്ടുവന്ന ആൾ ആ ഇലയുടെ മുകളിൽ തൊട്ടത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അതായത് പിറ്റിയ ആരോപണങ്ങളാണ് സുരേഷ് ഗോപിക്ക് നേരെ ഉന്നയിക്കുന്നത്. അതുകൊണ്ടെന്താ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് അവിടെയുള്ള ആൾക്കാർ ഉന്നയിച്ചത്, ഇവിടെയുള്ള മാധ്യമങ്ങൾ ഉന്നയിച്ചത്. ശൂലം ഭ്രൂണം ഗർഭിണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി നടന്നാൽ കുറ്റം, ഇരുന്നാൽ കുറ്റം, കിടന്നാൽ കുറ്റം. നമ്മുടെ ബാബു രാമചന്ദ്രൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ബാബു ചേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ വന്ന് പറയുന്ന ഒരു ഡയലോഗ്, നരേന്ദ്രമോദി എത്ര മീഡിയ ഫ്രണ്ട്ലി ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ആ നരേന്ദ്രമോദി മീഡിയ ഫ്രണ്ട്ലി ആയിരുന്നപ്പോൾ മീഡിയക്കാരെല്ലാം കൂടെ നരേന്ദ്രമോദിയെ വളഞ്ഞിട്ട് ആക്രമിച്ചു. അവിടെ നിന്നും മീഡിയയുടെ ഒരു പരിലാളനവും ഇല്ലാതെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി വളർന്നതും ഇന്ന് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിൽക്കണം. അപ്പോൾ തനിക്ക് ഒരു ഫേവർ ചെയ്യാത്ത മീഡിയയെ മോദി എന്തിനു വളർത്തണം എന്നുള്ളൊരു ചിന്ത മോദിയിലേക്ക് വന്നു. പോലെ തന്നെ മോദി അത് പറഞ്ഞിട്ടുമുണ്ട്. എനിക്കുള്ള ഒരേ ഒരു നെഗറ്റീവ് മാർക്ക് എവിടെ എന്നറിയാമോ? ഈ മീഡിയയെ എവിടെ നിർത്തണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇപ്പം ഞാനത് പഠിച്ചു. മോദി ഇപ്പോഴും അത് പഠിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമല്ല, അതിൽ ചിലപ്പോൾ മോദി PhD എടുത്ത് നിൽക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മീഡിയയെ എവിടെ നിർത്തണം എന്ന് കൃത്യമായിട്ട് മോഡിക്കറിയാം. ഇവന്മാരുടെ ഒരു അജണ്ടയും മോഡിയുടെ മുടിയിൽ പോലും ഏൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒന്നും ഏൽക്കുന്നില്ല. കാരണം രാജ്യത്തുള്ള എല്ലാവരും കൂടെ കടിച്ച് കീറാനായിട്ട് നിൽക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കുള്ളത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങേര് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി പോലും ആയേക്കും എന്ന് എനിക്കൊരു പേടിയുണ്ട്. കാരണം
ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതായത് വലിയ രീതിയിൽ അങ്ങനെ വലിച്ചു താഴ്ത്തുന്നതിനെക്കാട്ടിലും ഉയർത്തിവിടാനായിട്ട് ഈ ആക്രമണങ്ങൾക്ക് ഒരു ശക്തിയുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതിൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അവിടെ വിരാജിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ്റെ വകുപ്പിനെ സുരേഷ് ഗോപി ഒന്ന് ട്രോളി, സുരേഷ് ഗോപി ഒന്ന് വിമർശിച്ചു. പക്ഷേ കണ്ട സുരേഷ് ഗോപി എന്തെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ സുരേഷ് ഗോപി പരിഹസിച്ചു. സുരേഷ് ഗോപി നമ്മുടെ ശിവൻകുട്ടി സാറിനെ പരിഹസിച്ചു എന്നാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. അതേസമയം ശിവൻകുട്ടി എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ അത് വിമർശനമാണ്. സുരേഷ് ഗോപി പറഞ്ഞാൽ നമ്മുടെ ആദരണീയമായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയെ പരിഹസിച്ചു കേട്ടോ സുരേഷ് ഗോപി. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനം, വെറും വിമർശനം, ജനാധിപത്യത്തിലൂന്നിയ വിമർശനം. ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഒരു പ്രോ ഇസ്ലാമിക് ലെഫ്റ്റ് ലിബറൽ ഒരു സർക്കംസ്റ്റാൻസിലാണ് ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ ഉള്ളത് എന്ന് ഞാൻ നേരത്തെ പറയുമ്പോൾ ഇപ്പോഴും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സുരേഷ് ഗോപിയെ അങ്ങേയറ്റം കളിയാക്കുന്ന സാഹചര്യമുണ്ട്. കാരണം സുരേഷ് ഗോപിയെ കളിയാക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി സ്കൂളിലൊക്കെ വന്നിട്ട് നമ്മുടെ കുട്ടികളുടെ തന്തയ്ക്ക് വിളിച്ചാൽ എന്ത് ചെയ്യും എന്നാണ് നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ ഒരു കോണ്ടെക്സ്റ്റിൽ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ശിവൻകുട്ടി അണ്ണൻ സ്കൂളിൽ വന്നിട്ട് എന്ത് കാണിക്കും എന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ആ അണ്ണൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള അണ്ണൻ എങ്ങനെയാണ് നമ്മുടെ ദേശീയ ഗാനത്തിന് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. കണ്ടോ, ദേശീയ ഗാനത്തിന് 2 കൈയും കെട്ടി നമ്മുടെ മിഥുനത്തിന് ഇന്നസെൻറ്റ് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കും പോലെ ദേശീയ ഗാനത്തിന് അവഹേളിക്കുന്ന രീതിയിലാണ് അണ്ണൻ നിൽക്കുന്നത്. പിന്നെ ഇവിടെയുള്ള സുഡാപ്പികൾക്ക് ഇത് കാണുമ്പോൾ സന്തോഷവും കൂട്ടിന് ആരെങ്കിലും ഉണ്ടല്ലോ എന്നായിരിക്കും അവന്മാർ വിചാരിക്കുന്നത്. പിന്നെ സുഡാപ്പികളുടെ വോട്ട് നേടിയാണല്ലോ ജയിച്ചത്. ആ ഒരു ജനിതക മാറ്റം അണ്ണനിൽ കാണാനുമുണ്ട് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ഇനി അണ്ണൻ എന്താണ് പറയുന്നത്? സുരേഷ് ഗോപിയോട് വട്ടവടയിലെ ഒരാൾ വന്ന് ചോദിച്ചു, നമുക്ക് വട്ടവടയിലുള്ള കുട്ടികൾക്കും ഇംഗ്ലീഷ് സ്കൂളുകൾ വേണം, ഇംഗ്ലീഷ് സ്കൂളുകൾ വട്ടവടയിലെ കുട്ടികൾക്കും തരണമെന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത്, ഇവിടെ വിദ്യാഭ്യാസമില്ലാത്തൊരു മന്ത്രിയാണ് ഇരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസമുള്ളൊരു മന്ത്രി വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഉള്ളവന്മാരെയൊക്കെ ഇവന്മാരുടെ ആ സ്ഥാനത്ത് നിന്ന് നമുക്ക് തെറിപ്പിക്കണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇത് കേട്ടിട്ട് നമ്മുടെ മന്ത്രിയുടെ ഈഗോ ഹർട്ടായി. വിദ്യാഭ്യാസം ഇല്ലെന്ന എനിക്കാ എന്നാണ് മന്ത്രി പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ശിവൻകുട്ടി കയറിയപ്പം ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ചോദിച്ചാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കയറുന്നത്. അപ്പോൾ ഒരു മുട്ടക്കാട്ടൻ ക്യാപ്സ്യൂൾ ഇവിടെയുള്ളവന്മാർക്ക് കൊടുത്തിരുന്ന ആരും ഈ CPM കാര്യനെ കൊടുത്തിരുന്ന ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ശിവൻകുട്ടിയുടെ യോഗ്യത അറിയണമല്ലേ, SFI അതാണ് ശിവൻകുട്ടിയുടെ യോഗ്യത എന്നങ്ങ് പറഞ്ഞേക്കണം, വച്ച് കീച്ചേക്കണം എന്നാണ് ഇവറ്റകളൊക്കെ പറഞ്ഞത്. അങ്ങനെ SFI ആയിട്ടുള്ള ശിവൻകുട്ടി, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ യോഗ്യത, വിദ്യാഭ്യാസ മന്ത്രിയാകാനുള്ള. അദ്ദേഹം ഒരു ഇംഗ്ലീഷിൽ പ്രാവീണ്യം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 15 ആൾക്കാരെ പിരിച്ചുവിട്ടെന്ന് പറഞ്ഞ സ്കൂൾ പ്രിൻസിപ്പളും അതോ ടീച്ചേഴ്സിനാണോ ബാർഗെയിന്? അണ്ണാ ബാർഗെയിൻ അല്ല, പാടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാമോ? ഇതാണ് അതിൻ്റെ അർത്ഥം, പാടൻ. Any action against the principal? Which principal? School principal. Action against principal. Which principal? സ്കൂൾ പ്രിൻസിപ്പാൾ. എന്തൊരു ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി, പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. No, these are all student, teachers and non teaching staff. സിമന്റ് ഞാട്ടത്താൽ കാസ്റ്റ്ലി. In India, there are a lot of cement companies there. Where? There. AC Cement, BC Cement, Ambuja Cement, INTTUC Cement, ABCD Cement, അങ്ങനെ പല സിമൻറ്റ്, ലാട്ട് ഓഫ് സിമൻറ്റ് എവരിവെയർ എന്ന് പറയുന്നത് പോലെയാണ് അണ്ണൻ്റെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇനി ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തായാലും ശിവൻകുട്ടി അണ്ണൻ സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ സുരേഷ് ഗോപി ഒരു മൊട്ടുസൂചിയുടെ ഗുണം പോലും ഈ കലിംഗ് രാജാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങോട്ടൊന്ന് നോക്കിയോ. இதே இருந்தா இப்படி பண்ணலாங்கிற ஒரு பாடம் கத்து கொடுக்கிறதுக்காக அந்த 18 பேரோட வீடு வந்து பண்றதுக்கு ஒரு பெரிய திட்டம் ஒண்ணு போட அந்த பொறுப்பு நான் இவங்களை ஒப்படைச்சிருக்கேன். அழகராஜன் அவங்க அது பண்ணணும். அதுக்கு அந்த திட்டம் படி திட்டத்துக்கு சேர்ந்த மாதிரி ஒரு பெரிய
காட்சி ஒன்று உருவாகணும், அது வாழ்க்கைக்கு வந்து அமையணும். വട്ടവടയിലുള്ളവർക്ക് 18 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനാണ് സുരേഷ് ഗോപി അവിടെ ഉത്തരവിട്ടിരിക്കുന്നത്. ആ വീട് നടക്കും. ഇനിയിപ്പോൾ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് ഇപ്പം നാളെ രാവിലെ ആകുമ്പോൾ തന്നെ ഉടനെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് വരും. എവിടെ വീട് വന്നില്ലല്ലോ, വീടെവിടെ, പെട്ടെന്ന് പറ, വീടെവിടെ കണ്ടില്ലല്ലോ, വീടുതാ എന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ഇനി സുരേഷ് ഗോപി എന്തെങ്കിലും ഒരു റോഡെങ്കിലും നമ്മുടെ കേരളത്തിന് വേണ്ടി പണിതിട്ടുണ്ടോ എന്നാണ് ഈ വറ്റകൾ ചോദിക്കുന്നത്. ആണ്ടെ ഈ എത്ര റോഡിന്റെയാണ് വന്നിരിക്കുന്നത് NOC? ആ 30 പഞ്ചായത്ത് സെക്രട്ടറിമാരും, ചിലപ്പോൾ പഞ്ചായത്തിന് മൾട്ടിപ്പിൾ കാണും. അതിനുണ്ടെങ്കിൽ എത്ര പഞ്ചായത്ത് സെക്രട്ടറിമാരെ അതിനകത്ത് ഇൻവോൾവ് ആണോ അവരെണീറ്റ് അവിടെ മറുപടി പറഞ്ഞു. ഇനി സുരേഷ് ഗോപി നാക്കെടുക്കുന്നത് കള്ളത്തരം മാത്രം പറയാനാണ് എന്നാണ് നമ്മുടെ ശിവൻകുട്ടി എണ്ണം പറയുന്നത്. അത് ശരിയാണ്. നാക്കെടുത്ത കള്ളത്തരം പറയുന്നത് ആരാണെന്ന് ഇവിടുത്തെ കോടതിക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ സഭയിൽ മുണ്ടൂരി തലയെ കെട്ടിയിട്ട് കോടതി വിചാരണയ്ക്കായിട്ട് ഇങ്ങോട്ട് വിളിച്ചു. അളിയ ഇന്ന് വിചാരണയ്ക്കായിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം പോകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് CCTV ദൃശ്യങ്ങളൊക്കെ എടുത്ത് കോടതി വെച്ചു. ഇത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പം അല്ല. അപ്പോൾ കോടതി ചോദിച്ചു ഞാനല്ല. അല്ല CCTV ഉണ്ട് എന്ന് പറയുമ്പം ഇതൊക്കെ വ്യാജമാണ്. പിന്നെ അന്നത്തെ കാലത്ത് ഇല്ലല്ലോ. ഇല്ലെങ്കിൽ നമ്മുടെ അപ്പം ഗോവിന്ദണ്ണനെ പോലെ ഇത് ആണ് എന്ന് പറയാമായിരുന്നു. പക്ഷേ അന്ന് ഇല്ല. അതുകൊണ്ട് മോർഫിംഗ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ആണ് എന്ന് പറയാനുള്ള സൗകര്യമില്ല എന്ന് പറയുന്ന നാക്കെടുത്ത നുണ മാത്രം പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ എനിക്കറിയാം. അപ്പോൾ ഇതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കള്ളവോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന്. അപ്പോൾ കള്ളവോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയണം. കാരണം ഇത് പിണറായി വിജയനോടൊന്ന് പറയണം. ആഭ്യന്തര വകുപ്പ് അദ്ദേഹമാണല്ലോ ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോലീസ് ഈ കള്ളവോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്, കേസെടുക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ചെന്ന് അപ്പോൾ നിയമോപദേശത്തിന് പോയിട്ട് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കി കേസെടുത്താൽ ഇതിനകത്ത് നടപടിയാവില്ല. കാരണം ഇതിനകത്ത് ഒരു മെറിറ്റുമില്ല. ഇവിടെയുള്ള മാധ്യമങ്ങൾ ഗീബൽസ്യൻ സിദ്ധാന്തം പോലെ കള്ളവോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ജനങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട്. പക്ഷേ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. 2-3 DYFIക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, പക്ഷേ ഞാൻ 2 കൊല്ലമായിട്ട് അങ്ങ് അന്റാർട്ടിക്കയിലാണ്, അതുകൊണ്ട് ഇവിടെ ആരും താമസമില്ല, പക്ഷേ ഞാൻ വന്നപ്പോൾ എൻ്റെ വോട്ടിട്ടിരിക്കുന്നു എന്നൊക്കെ പറയിപ്പിച്ച് നോക്കി. അപ്പോൾ അതൊക്കെ തെളിവായിട്ട് വെച്ചിട്ടാണ് ഇവന്മാർ പറയുന്നത് സുരേഷ് ഗോപി കള്ള വോട്ടിട്ട് ജയിച്ചു എന്ന്. 75,000 കള്ള വോട്ടൊക്കെയാണ് സുരേഷ് ഗോപിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ പച്ച നുണ ഇങ്ങനെ പറഞ്ഞ് സുരേഷ് ഗോപി ഇവിടുത്തെ മുഖ്യമന്ത്രിയാക്കി അടങ്ങും എന്നുള്ളത്. ഇത് പറയുന്തോറും അവിടെയുള്ള ആൾക്കാർക്ക് സുരേഷ് ഗോപിയോടുള്ള ഇഷ്ടം കൂടി വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടം കൂടി വരുന്നുണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ മതി. ഇവിടെയുള്ള ആൾക്കാരുടെ പല ബൈറ്റുകളും കാണാനായിട്ട് സാധിക്കും. സുരേഷ് ഗോപി അവിടെ പ്രവർത്തിച്ച് തുടങ്ങുന്നതിന് മുമ്പ്, അവിടെയുള്ള MP ആയി മന്ത്രിയാകുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ സമ്പൂർണ്ണമായിട്ട് സുരേഷ് ഗോപിക്ക് എതിരായിരുന്നു. പക്ഷേ ഇപ്പോൾ പല ആൾക്കാരും സുരേഷ് ഗോപി അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് അന്തം വിടുകയാണ്. സുരേഷ് ഗോപി അവിടെ ഒരു AC ഉള്ളൊരു ഫ്ലൈ ഓവർ കൊണ്ടുവന്നു. ആ AC ഉള്ള ഫ്ലൈ ഓവർ കൊണ്ടുവന്നപ്പോൾ ഇവന്മാർ പറഞ്ഞു വരുത്തി എന്താണെന്നറിയാമോ? കുറേ നാൾ കഴിഞ്ഞിട്ട് അതിനകത്ത് അസാൻമാർഗിക പ്രവർത്തനം നടത്തുകയാണ് പല ആൾക്കാരും. അപ്പോൾ ഇതിനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു പരത്താൻ ഇപ്പോൾ പുലികളി സംഘത്തിന് 3 ലക്ഷം രൂപ വെച്ച് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് വലിയ ഇമ്പാക്റ്റാണ് തൃശ്ശൂരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിവിടെ ഇരുന്ന് പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് നോക്കുമ്പോൾ പുലികളി സംഘത്തിന് 3 ലക്ഷവും എന്നൊക്കെ തോന്നുമെങ്കിൽ യഥാർത്ഥത്തിൽ തൃശ്ശൂരിൻ്റെ ഒരു വികാരമാണ് ഈ പുലികളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരെ തഴഞ്ഞിട്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ എല്ലാവരും. അപ്പോൾ അവർക്കൊരു ഉപജീവനത്തിന് വേണ്ടി ഈ തുക കൊടുക്കാൻ പോയത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പല കാര്യങ്ങളും സുരേഷ് ഗോപി അവിടെ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് പോയി നോക്കണം. ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓരോ തവണ അങ്ങോട്ടേക്ക് ചെന്ന് ഇറങ്ങുമ്പോഴും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണണം. ഇനി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ വരുമ്പോഴൊരു സ്കോപ്പില്ല, ഇത് മരുമോൻ കൊണ്ടുവന്നതാണെന്ന് പറയാം. അതുകൊണ്ട് വല്ലാത്ത വിഷമമുണ്ട് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം തൃശ്ശൂരിൻ്റെ MP മാത്രമല്ല മന്ത്രി കൂടെയാണ്. അതിൻ്റെ ഒരു പരിമിതി അയാൾക്കുണ്ട്, സുരേഷ് ഗോപിക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ വോട്ട് ചോരി നടത്തിയാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഞാനൊക്കെ നല്ല വോട്ട് ജയിച്ച ആൾക്കാരാണെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. SDPAയുടെ പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് 10,000 വോട്ടെണ്ണി മറിച്ച് നിന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം SDPA DYFIയുടെ ആംബുലൻസ് കത്തിച്ച് കളഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അണ്ണ സ്കൂട്ടായതെന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഇനി ഇയാൾ കേന്ദ്രമന്ത്രിയായി ഇത്രയൊക്കെ ആയി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ മറുപടി ഞാൻ നേരത്തെ തന്നതാണ്. നാടിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെന്ന്. നാടിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാതെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്ന ഒരാളെ എനിക്കറിയാം. വേണമെങ്കിൽ ഞാൻ പറയില്ല, ചൂണ്ടിക്കാണിച്ചു തരാം. അപ്പോൾ അയാളോടൊന്ന് പോയി ചോദിക്കാൻ അണ്ണന് ധൈര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടിയൊക്കെ അഭിനയിക്കുന്ന പോലെയല്ലല്ലോ. ഇയാളൊക്കെ ഇനി ഏതെങ്കിലും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു തടിയും കാര്യങ്ങളൊക്കെ വെച്ച് ഇനി എങ്ങനെ അഭിനയിക്കുക? ഈ തടി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബോഡി ഷേമിങ് കൊണ്ട് തുടങ്ങുകയാണ്. ഇതാണ് കയ്യിൽ
ആദർശത്തെ ആദർശം കൊണ്ട് പ്രതിരോധിക്കാൻ കയ്യിലൊരു കപ്പാസിറ്റി ഇല്ലാത്ത ആളുടെ അവസാനത്തെ ആയുധം എന്ന് പറയുന്നത് അയാളെ എഴുത്തുക തടിയാണ്, മമ്മൂട്ടിയെ പോലെയാണോ അഭിനയിക്കുന്നത്, 8 നില സിനിമയൊക്കെ പൊട്ടുന്നത് ഇപ്പോൾ കാണിച്ചു തരാം, ഇയാൾക്ക് പറഞ്ഞ പണി ഇതൊന്നുമല്ല, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. ഇപ്പോൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, സുരേഷ് ഗോപി BJP വിട്ട് CPM-ലോട്ട് ചേർന്നാൽ മതി. എങ്കിലും BJP-കാർ സുരേഷ് ഗോപിയെ തെറി പറയില്ല. പക്ഷേ അതിനുശേഷം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ അങ്ങേയറ്റം വാഴ്ത്തപ്പെട്ടവനായിട്ടുള്ളൊരു വ്യക്തിയായി മാറും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്, കൊച്ചു പിള്ളേർക്ക് വരെ ഇവിടെ അറിയാമെന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന മാതിരി ആട്ടമൊന്നും ഇവിടെ വിടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ശരി.